അങ്ങനെ അതും പോയി കിട്ടി. അല്ലാതെ എന്ത് പറയാം. അതായത് വിഷയം വേറൊന്നുമല്ല, രേണുസുധീനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. ഈ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് ഭയങ്കര വലിയ പ്രശ്നമായി വന്നുകൊണ്ടിരിക്കണം. ഇന്ന് രണാസുൻ, അതായത് രേണുസുധി, അതായത് നിക്കർ വിധവ, പിന്നെ ഈ രേണുസുധിക്ക് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതായത് ഇവളുടെ ഒരു 700-800 പേരെങ്ങാണ്ട് ഇവൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇവളുടെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവിടെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അത് നമുക്കിപ്പോൾ നാട്ടുകാർക്കും എല്ലാവർക്കും നമ്മുടെ കേരളം ഒട്ടാകെ അറിയുന്ന കാര്യമായിരിക്കാം. അപ്പം ഇത്രയും പേര് അവളെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇവളുടെ വിചാരം അതെന്ത് വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു ധാരണയാണ്. ഈ മണ്ടത്തിക്ക്, അതായത് ഈ വിഡ്ഢിക്ക് അറിയാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല, അവളുടെ മറ്റേ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ കുറേ ഊളകൾ, അങ്ങനെയുള്ള കുറേ ഊളകളുണ്ടാകും. പിന്നെ കുറച്ച് പേര് ഇവളെന്തൊക്കെ കോപ്രായങ്ങളാണ് അതിനകത്ത് കാണിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കുറേ ചെറുക്കന്മാർ അതിനകത്ത് കയറിയേക്കണം. അത് ഇവളുടെ ഈ കോലമൊന്നും കാണാൻ വേണ്ടിയിട്ടല്ല, ഇവളുടെ ഈ കൂത്ത് എന്താണ് ഇവൾ കാണിക്കുന്നത് അത് പുറത്തെടുത്ത് കൊടുക്കാനായിട്ടാണ് കുറേ ചെറുക്കന്മാർ, ആണാണോ പെണ്ണാണോ എന്നറിയത്തില്ല, കുറേ ആൾക്കാർ അതിനകത്ത് കയറിയേക്കണത്. അപ്പോൾ ഇവളുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അതിനകത്ത് പുറത്തേക്ക് ലീക്കാവുന്നതല്ല, ആൾക്കാർ എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ആൾക്കാർ എടുക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ടോ വീഡിയോ റെക്കോർഡോ അങ്ങനെ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലൊക്കെ എടുത്ത് പുറത്തിടുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുമുണ്ട്. ഈ കുറേ ഏറാമൂലികളും വായ്നോക്കികളൊക്കെ ഉണ്ടാവില്ല, അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച അവന്മാരൊക്കെ ഉണ്ടാവില്ല, അവന്മാരൊക്കെയാണ് എടുത്തേക്കണം. ഇപ്പൊ അവൾക്ക് ലക്ഷങ്ങൾ വാരിയിട്ടോ അവൾ വലിയ ആൾക്കാരൊക്കെ പറയുന്നുണ്ടെന്ന് അഹാനേക്കാളും സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അഹാനേക്കാളും സബ്സ്ക്രിപ്ഷൻ നമ്മുടെ ആരെക്കാളും രേണുസുധിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ പോട്ടെ. ഇന്ന് ലവള് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അവൾ ചെയ്തിട്ടുണ്ട്. അതായത് അറഞ്ചും പുറഞ്ചും ചീത്ത വിളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം രേണുസുധി അങ്ങോട്ട് രോക്ഷാക്കുലയായേക്കണേ. മോളെ, നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണവരൊന്നും നിന്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരല്ലല്ലോ, നിന്റെ ഫാമിലിയിലല്ല, നിന്റെ വീട്ടിനകത്തുള്ള ആൾക്കാരല്ലല്ലോ നിന്നെ വന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണത് പുറത്തുള്ളവന്മാരൊക്കെ തന്നെയല്ലേ നിന്നെ വന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണത്. നീ പിന്നെ അപ്പം നീ എന്താ വിചാരിച്ചത്? നിന്റെ വീട്ടുകാർക്ക് നിന്റെ നെഞ്ചും കുഴിയും നിന്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിന്റെ വയറും നിന്റെ മറ്റു സംഭവങ്ങളൊക്കെ കാണിച്ച് ഇട്ട് കൊടുക്കുന്ന സംഗതിയാണ് സബ്സ്ക്രിപ്ഷൻ എന്നാണോ നീ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്? നിന്റെ കുടുംബക്കാരൊന്നുമല്ലല്ലോ നിന്റെ പൈസ കൊടുത്തിട്ട് നിന്നെ കാണാൻ വേണ്ടി വന്നേക്കണത്. പുറത്തുള്ള കുറെ ദാരിദ്ര്യം പിടിച്ചവരും പിന്നെ കുറെ ആൾക്കാർ തന്നെയല്ലേ ഈ നിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണത്. നിന്റെ വിചാരം എന്താ? അവരെല്ലാവരും നിന്റെ ഫാൻസ് ആണെന്നാണോ നിന്റെ വിചാരം? അങ്ങനെയല്ല, അതാദ്യം നീ മനസ്സിലാക്കുക കേട്ടോ. ഇനി നമുക്ക് ഇവളുടെ വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഇവള് പറഞ്ഞ ആ ബുദ്ധിപരമായ കുറെ കാഴ്ചപ്പാടുണ്ട് ഇവൾക്ക്, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിനക്ക് തെറ്റി. നീ എന്താ വിചാരിച്ചേക്കണം? നിന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നിന്റെ ഇവിടെ വന്നിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നതാണോ നിന്റെ വിചാരം? ഒരിക്കലും അല്ല, അതാദ്യം നീ മനസ്സിലാക്കണം. എന്നെ പോലെ തന്നെ, അതായത് മിക്ക വലിയ വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നു മോളെ, അവിടെയും നിനക്ക് തെറ്റി. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയണത് ഈ വലിയ വലിയ ആൾക്കാർക്ക് മാത്രം കിട്ടണതല്ല. എനിക്ക് തോന്നുന്നൊരു അത്യാവശ്യം ഒരു 10K ഫോളോവേഴ്സ് ഉള്ളവർക്ക് എല്ലാവർക്കും ഈ സബ്സ്ക്രിപ്ഷൻ കിട്ടും. അതാദ്യം നീ മനസ്സിലാക്കുക. അല്ലാതെ നിനക്ക് മാത്രം പിന്നെ വലിയ വലിയ ആൾക്കാർക്ക് മാത്രം കിട്ടുന്നതല്ല സബ്സ്ക്രിപ്ഷൻ എന്ന് പറയണത്. ആദ്യം കുറച്ച് വിവരം ഇതിനെക്കുറിച്ച് വേണം, എന്നിട്ട് വന്നിട്ട് നീ ഇതുപോലെ വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഇവിടെ പറഞ്ഞു കേട്ടില്ലേ, ഇവളുടെ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് ആൾക്കാർ ചെന്നിട്ട് ഇവളുടെ വീഡിയോസും ഇവളുടെ സ്റ്റോറീസൊക്കെ എടുത്തിട്ട്, അതായത് ഇവളുടെ പോസ്റ്റൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുന്നു എന്നാണ് ഇവിടെ പറയണത്. എടി മോളെ, നീ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. നിന്റെ ഈ വീഡിയോസും പോസ്റ്റൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് അവർ പൈസ കൊടുത്തിട്ടാണ് നിന്നെ കാണുന്നത്, അല്ലാതെ നീ അവരുടെ കയ്യിൽ പൈസ കൊടുത്തിട്ടല്ല. അപ്പം നിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു പോകും. പിന്നെ അത് നിൻ്റേത് മാത്രം സംരക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നതാണെന്നാണോ നിന്റെ വിചാരം? ഒരിക്കലും അല്ല. ആ വീഡിയോസ് പുറത്തു പോകും. അതിന് ഇപ്പം നീ ആരെടുത്ത് പോയി പറയാനാ? നീ പോയി പറയാനാ? ആരുടെ നീ പോയി പറയാൻ പോണെന്ന് പറയുന്നുണ്ട്, അതുപോലെ പറ. അതുപോലെ നീ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്. അതായത് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞല്ലേ, നിന്റെ ഇൻസ്റ്റാഗ്രാമിലെ സബ് എടുക്കുന്നവർ നിന്റെ കുടുംബത്തിൽ നിന്ന് നീ പൈസ കൊടുത്തിട്ട് അവർ വന്ന് സബ് എടുക്കണമല്ലോ. നാട്ടുകാർ അവരുടെ കീശയൊക്കെ ഇടുന്ന് അവർ പണിയെടുത്ത കാശ് കൊണ്ടിട്ടല്ലേ അവർ വന്ന് സബ് എടുക്കണത്.
അപ്പൊ അവർക്ക് വേണ്ട ആവശ്യമുള്ള പിക്ചറും കാര്യങ്ങളും അവര് പുറത്തെത്തിക്കും. അതിന് നിനക്കെന്ത് പറയാനാ? വെറുതെ എന്നല്ല, അവര് കാശ് തന്നിട്ടാ. ഇപ്പൊ നമ്മളൊരു സിനിമ കാണാൻ പോകുന്നുണ്ട്, എങ്ങനെയാ? അവര് കാശ് കൊടുത്തിട്ടല്ലേ സിനിമ കാണാൻ പോണത്, അല്ലാതെ വെറുതെ ഒന്നും കാണാൻ പോണല്ലോ. വെറുതെ ആരെങ്കിലും തിയേറ്ററിൽ കയറ്റി ഇരുത്തോ? ഇല്ലല്ലോ, കാശ് കൊടുത്താലേ എന്തും കിട്ടുള്ളൂ. അതുപോലെ നിന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാശ് കൊടുക്കുന്നു. അതാ സംഭവം. അല്ലാതെ നീ വിചാരിക്കണോട്ട് നിന്റെ വീഡിയോസ് ഒന്നും ലൈക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. നെറ്റ് എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് എൻ്റെ പൊന്നുമോളെ, ഈ മെറ്റ എന്ന് പറയണതില്ലേ, മാസം 1,600 രൂപ അടച്ചു കഴിഞ്ഞാൽ ആർക്കും മെറ്റയിൽ അംഗത്വം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നീ പറയുന്ന ബ്ലൂടിക്ക് എന്ന് പറയുന്നില്ലേ, അത് ആർക്കും വാങ്ങിക്കാൻ പറ്റും. ഒരു 1,600 രൂപ. പണ്ടൊക്കെ അത് ലിമിറ്റഡ് ആയിരുന്നു, അങ്ങനെ എല്ലാവർക്കും കൊടുക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഫേക്ക് അക്കൗണ്ട്സ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഈ ബ്ലൂടിക്ക് എല്ലാവർക്കും തന്നെ മെറ്റ കൊടുക്കുന്നുണ്ട്. അല്ലാതെ നിനക്ക് മാത്രം കിട്ടുന്ന സംഭവം അല്ല ഈ മെറ്റ എന്ന് പറയണത്. അതുപോലെ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സംഭവം നിനക്ക് മാത്രമല്ല, ഒരു 10K ഫോളോവേഴ്സിന് മേലുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു സംഭവം ഓപ്പണായി കിട്ടും. അതാദ്യം നീ മനസ്സിലാക്കണം കേട്ടോ. എന്തുവാണോ നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരും. ആഹാ, അപ്പൊ അങ്ങനെയാണല്ലോ. അപ്പൊ നിനക്കറിയാം നീ മനഃപൂർവ്വം ഇട്ട് തരുന്ന കണ്ടന്റ് ആണെന്ന് നിനക്കറിയാല്ലേ. നീ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്ന കണ്ടന്റ് ആണെന്ന് നിനക്കറിയാം. അല്ലെങ്കിൽ തന്നെ നിന്റെ അടുത്ത് ചോദിക്കട്ടെ, നീ കണ്ടന്റ് തരേണ്ട ആവശ്യമൊന്നും ഇല്ല. നീ കാണിക്കുന്ന പോക്കർത്തരങ്ങളൊക്കെ എടുത്ത് കാണിച്ചാൽ മതി. അത് പിന്നെ നിന്നെ വെച്ച് കണ്ടന്റ് മാത്രം വേണമെന്നില്ല. ഈ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ നിന്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അത് നിന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാ, അല്ലാതെ നിന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ടല്ല. നിന്നെ അത്രയും ആൾക്കാർ വെറുക്കുന്നത് കൊണ്ട് മാത്രമാണ് നിന്റെ വീഡിയോസ് ആൾക്കാർ വീണ്ടും വീണ്ടും ഇരുന്ന് കാണുന്നത്. കാരണം നിന്റെ എന്തൊക്കെ കുറ്റങ്ങളാണ് പുതിയത് കണ്ട് ആൾക്കാർ എത്തിയെന്ന് അറിയണമല്ലോ, പുതിയത് ആൾക്കാർ കണ്ടെത്തിയെന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് നിന്റെ വീഡിയോസ് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും അവരിരുന്ന് കാണുന്നതിൻ്റെ കാര്യം ഇതാ, നിന്റെ കുറ്റങ്ങൾ. കാരണം നീ അത്രയും മതം പതിച്ചു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഒരു നാള് എല്ലാവരും നിന്നെ തലയിൽ കയറ്റി വെച്ച് നടന്നതാ. അങ്ങനെ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത നിന്നെ നീ തന്നെ തിരിച്ചു കൊത്തി എന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാം. ആ ഒരു റിയാക്ഷനാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താ പറയാ, അവർക്ക് വേണ്ടി മാത്രം ഇടുന്ന പോസ്റ്റുകളും മിക്ക സെലിബ്രേറ്റ്. നീ പറഞ്ഞല്ലോ നീ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, എൻ്റെ പൊന്നു മോളെ, നീ എങ്ങോട്ടേ പോയിക്കൊണ്ടിരിക്കണം? നീ 2 കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ നീ? പറയുന്നുണ്ടൊന്നും തോന്നരുത്. നിനക്ക് കുടുംബക്കാരൊക്കെ ഉള്ളതല്ലേ, നിന്റെ ഭർത്താവ് മാത്രമല്ലേ മേളിൽ പോയിട്ടുള്ളൂ. പിന്നെ നിന്റെ വീട്ടിൽ നിനക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. നിന്റെ അച്ഛനമ്മയൊന്നും ഇല്ലേ? അത് നിന്റെ ചേച്ചി ഇല്ലേ? നിന്റെ കുടുംബക്കാരൊന്നും കാണുന്നില്ല. നിന്റെ കുടുംബക്കാരോടൊക്കെ വന്നിട്ട് നീ സബ്സ്ക്രിപ്ഷൻ പേജിൽ ഒരംഗത്വം എടുക്കാൻ പറ. നിന്റെ മക്കളോടും ആദ്യം പറഞ്ഞേ. നീ മകൻ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നടക്കുന്നില്ലേ, കിച്ചു എന്ന് പറയണ ആ ചെറുക്കനോടൊക്കെ ഒരെണ്ണം എടുക്കാൻ പറ. എന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടുന്നത്? നീ എന്തൊക്കെ വീഡിയോസ് നീ അതിൽ കൂടി കാണിക്കുന്നത്? നീ ഒരു അമ്മയല്ലേ നീ? നിന്നെക്കാളും വലിപ്പോൾ ഒരു മോന്റെ അമ്മയും കൂടി അല്ലേ നീ? എന്നിട്ട് നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്? അറയ്ക്കുമല്ലോടി. നീ വളർന്നത് ഈ കോട്ടയത്തെ സ്ഥലത്ത് തന്നെയല്ലേ നീ വളർന്നു നിൽക്കാം. അവിടെ നിനക്ക് ഒന്നുമില്ലാതെ കിടന്നവളാ. ഒരു വീടും ഇല്ല, കുടിയും ഇല്ല, തൊടിയും ഇല്ല, അല്ലാതെ ഒന്നുമില്ലാതെ കിടന്ന നീയാ. ആൾക്കാരിൽ നിന്ന് കടം വാങ്ങിച്ച് അങ്ങനെ കഴിഞ്ഞിരുന്ന നീയാണ്. എന്നിട്ടാണ് നീ ഇതുപോലുള്ള പോക്കൃത്തരങ്ങളൊക്കെ കാണിക്കണം. ഇതുപോലെ ഇപ്പൊ നിന്റെ ഭർത്താവ് ജീവനോടെ ഉണ്ടെങ്കിൽ നീ ഇതുപോലെ ഈ തുണി അഴിച്ചിട്ടുള്ള ഓരോ വീഡിയോസും ഈ സബ്സ്ക്രിപ്ഷൻ പേജിലുള്ള ആൾക്കാർക്ക് കൊടുക്കൂടി. നിനക്കൊരു മാന്യതയില്ലേടി? മാന്യത, ഒരു നാണവും മാനവും ഇല്ലേ നിനക്ക്? നീ ഏത് വർഗത്തിൽപ്പെട്ടവളാ നീ? ഒരു ഉളുപ്പ് എന്തൊക്കെ കോലങ്ങൾ നീ കാണിച്ചു കൂട്ടുന്നത്? നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? കഷ്ടം. നീ ഇത്രയും മതം പതിച്ചു പോയല്ലോ എന്നാ വിചാരിക്കണത്. നീ ഇത്രയും മതം പതിച്ചു പോയല്ലോ. മാനം വിട്ട് ജീവിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് ഇതിലും അഡ്രസ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതായത് അത്യാവശ്യത്തിന് ക്യാഷും എല്ലാം ഉണ്ട് ഇപ്പം, എന്നിട്ടും ഇങ്ങനെ ആള് ഓരോന്നും കാണിച്ചു നടക്കണേ. നീ എന്താ മറ്റേ പരിപാടിക്ക് പോകാനുള്ള അതായത് നിന്റെ റീച്ച് നിന്ന് കഴിയുമ്പോൾ നീ ആ പരിപാടിക്ക് വല്ലതും പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണോ നീ ഇങ്ങനെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്? സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കേ, അപ്പൊ വിവരം അറിയാം. അപ്പൊ ഈ എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് ആൾക്കാർ പബ്ലിക് ആക്കണമെങ്കിൽ നീ അതുപോലത്തെ ഓരോ കൂതറ ഐറ്റംസ് ഒക്കെ കാണിച്ചുകൊണ്ട് നടക്കണത്. അല്ലാതെ അല്ലാതെ നല്ലൊരു കാര്യമോ അതൊന്നും അല്ല നീ ഷെയർ ചെയ്യണത്. നീ എന്താ കാണിച്ചു കൂട്ടി കിടക്കണത്?
നീ എന്തായി കാണിക്കണത്? എന്താ നീ കഴിഞ്ഞ ദിവസം പറയുന്നല്ലോ കൊച്ചു പിള്ളേരെയൊക്കെ നിന്റെ അവിടെ ഇവിടെ സൂം ചെയ്യുന്നുണ്ട്. നീ ഇട്ട് കൊടുത്തിട്ടല്ലേ? സബ്സ്ക്രിപ്ഷൻ പേജ് എന്ന് പറഞ്ഞാൽ നിനക്ക് അത്രയ്ക്ക് നിനക്ക് ഭയങ്കര പ്രൊട്ടക്ഷൻ തരുന്ന പേജാണെന്നാണോ നിന്റെ വിചാരം? അല്ല, അതൊരു പബ്ലിക് പേജ് തന്നെയാണ്. അതിൽ നിന്നുള്ള സാധനങ്ങളും പുറത്തു പോവും. അല്ലാതെ തന്നെ ഒന്നുമില്ലാതെ തന്നെ ആൾക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ലീക്ക് ആവുന്നത്. അപ്പൊ ഈ സബ്സ്ക്രിപ്ഷൻ പേജിലൂടെ ഒന്നും പോവില്ല എന്നാണോ നിന്റെ വിചാരം? അല്ല, നിനക്കറിയാം ഇത് പോകും എന്നുള്ള കാര്യം അറിയാം. നിനക്ക് അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്തവളൊന്നും അല്ല നീ, നിനക്കറിയാം. പക്ഷെ നീ തന്ത്രം മനസ്സിലാവുന്നുണ്ട്. ഞാനൊരു കേസ് ഫയൽ ചെയ്യാനാണ് തീരുമാനിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്. മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ എനിക്കും. വീണ്ടും പറയുന്നത് നീ കേസ് ഫയൽ ചെയ്യണം, നീ കേസ് ഫയൽ ചെയ്യണം. എന്നിട്ട് നീ പറയുന്നതല്ല മെറ്റ എന്ന പ്ലാറ്റ്ഫോം നിനക്കും കൂടി തന്നതാണെന്ന്. മെറ്റ എന്ന പ്ലാറ്റ്ഫോം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ 10K സബ്സ്ക്രൈബേഴ്സിന് മേളിലെ ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഇപ്പോഴത്തെ റൂൾസ് എന്ന് എനിക്ക് തോന്നുന്നത്. ഉണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ ഈ സബ്സ്ക്രിപ്ഷൻ പേജ് ഓപ്പൺ ആക്കാൻ പറ്റും. പിന്നെ ആരും നിന്നെ പോലെ ഇങ്ങനെ കാണിക്കാൻ നടക്കാത്തതുകൊണ്ട് ഇത് നിന്റെ അത്ര വ്യൂവേഴ്സിനെ കിട്ടത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതേ വ്യത്യാസമുള്ളൂ. നീ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നടക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ടാണ് ആൾക്കാർ നിന്റെ പുറകെ വന്നതിന്റെ കാര്യം. മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ എനിക്കും കൂടി തന്നെയാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ എന്താ പറയാ സബ്സ്ക്രിപ്ഷൻ. അപ്പൊ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിനക്ക് മാത്രമുള്ളതല്ല സബ്സ്ക്രിപ്ഷനും ഈ പറഞ്ഞ മെറ്റയും. അതെന്ന് പറയണത് ആർക്കും കിട്ടാം. ഇത് മെറ്റയും ഈ ഇൻസ്റ്റാഗ്രാമും പറയുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് എല്ലാം കറക്റ്റായിട്ട്, അതായത് വയലേഷൻ ഒന്നും ഇല്ലാതെ ഫോളോ ചെയ്ത് പോകുന്നവർക്കാണെങ്കിൽ എല്ലാവർക്കും തന്നെ ഈ മെറ്റയിലെ പേര് ഇത് കിട്ടും. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനും കിട്ടും. മനസ്സിലായോ? ഇനിയെങ്കിലും അത് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയാൻ നേരത്തെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വിവരം വേണം, എന്നിട്ട് ഒന്ന് പറയണം. അല്ലാതെ ഈ ശരീരം മുഴുവൻ കാണിക്കാൻ വേണ്ടി മാത്രം നടന്നിട്ട് കാര്യമില്ല. അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണും. നീ സ്ക്രീൻഷോട്ട് എടുത്ത് നിന്റെ ഫോണിൽ വെച്ചോ. നീ എന്തിനാ പബ്ലിക് ആക്കുന്നത്? ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് മെറ്റ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോണിൽ വെക്കാനാ? നിന്റെ ഫോട്ടോസും വീഡിയോസും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോണിൽ വെച്ചോണ്ടിരിക്കണ എന്തിനാ? നിന്നെ എന്തിനാ കണ്ടുകൊണ്ടിരിക്കണ? നീ വല്ല ദേവിയാണോ അത് കാളിയാണോ? അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, സോറി. അങ്ങനെ വല്ലതും ആണോ നീ? നിന്റെ ഫോട്ടോ എടുത്തിട്ട് നിന്റെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ട് എന്താണ് ഫോണിൽ വെച്ചുകൊണ്ട് എടുക്കാനായിട്ട്? എൻ്റെ കാര്യം എന്തിരിക്കണ്? അങ്ങനെ ആരും ചെയ്യില്ല. നിന്റെ വീഡിയോസ് ആരെല്ലാം എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ അത് പുറത്തേക്ക് ഇടും. അതിനുവേണ്ടി തന്നെയാണ് നിന്റെ സബ്സ്ക്രിപ്ഷൻ ആൾക്കാർ എടുത്തേക്കണം. അല്ല നീ കഴിഞ്ഞ ദിവസം വന്നിട്ട് നന്ദി പറയണം, അയ്യോ എനിക്ക് നിങ്ങളെല്ലാവരും സബ്സ്ക്രിപ്ഷൻ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് നീ നന്ദി പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ല, അതാദ്യം മനസ്സിലാക്കുക കേട്ടാ. പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടല്ലല്ലോ ചെയ്യണേന്നാ? ഇത് കൊള്ളാലോ. ഇത് എന്തീ പറയണത്? ഈ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. നിന്റെ പേജ് കാണാൻ, അതായത് നിന്റെ പേജ് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. നിന്റെ വീട്ടിലെ നിന്റെ കാശല്ല അത്, ആ അടക്കുന്നവരെ കാശാ. നിന്റെ പേഴ്സണലായിട്ടൊന്നും നീ കാശ് കൊടുത്തിട്ടാണ് ആൾക്കാർ വന്ന് കാണുന്നത്. അങ്ങനെയല്ല. ആ ഒരു ബോധം കൂടി നിനക്കില്ലേ? എന്റെ മോളെ, നീ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ച് ബോധത്തോടെ ഒന്ന് പറ. മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമെന്ന് ഇവക്കാണോ മാനമുള്ളത്? ഇത്രയും കാണിച്ചു കൂട്ടുന്ന ഇവൾക്കാണോ മാനമുള്ളത്? മാനനഷ്ടത്തിന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള ന്യൂഡ് ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ട് വിതറിയിട്ട് ഇവള് പറയണതാണ് മാനനഷ്ടത്തിന് കൊണ്ട് കേസ് കൊടുക്കാൻ പോകുന്നത്. കേസ് കൊടുക്കണം, നീ കേസ് കൊടുക്കുക കേട്ടോ. കേസ് കൊടുക്കുക. എന്തായാലും 1 ലക്ഷം രൂപയോളം കിട്ടിയതല്ല. അപ്പൊ അത് കുറച്ച് നമുക്ക് വക്കീലിനും കൊടുക്കാം. ചെയ്യാട്ടാ. വേറെ വല്ല സെലിബ്രിറ്റികളുടെ നീക്കം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാ വിവരം അറിയും നീയൊക്കെ. മനസ്സിലായോ? വേറെ വല്ലത് സെലിബ്രിറ്റീസിന്റെ വീഡിയോസ് എന്താണ് എടുത്തു വെക്കാനും, അവരൊന്നും നിന്നെ പോലെ കിടന്നിട്ട് തുള്ളിച്ചാട്ടെ ഈ അഴിഞ്ഞാട്ടം അത് കാണിക്കുന്നില്ല. അതാദ്യം നീ മനസ്സിലാക്കും. അവരൊന്നും കാണിക്കുന്നില്ല. അവരൊക്കെ മാന്യതോടെ ആയിരിക്കും ഓരോന്നും കാണിച്ചു കൂട്ടുന്നത്. ഇനി വേറെ ഒരുത്തനും കൂടി സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ജാഷി ഇപ്പോൾ വരുമായിരിക്കും കേട്ടോ. ജാഷിക്ക വരുമായിരിക്കും, സബ്സ്ക്രിപ്ഷനും കൊണ്ട് വരുമായിരിക്കും. എടുക്കട്ടെ, ജാഷിക്കയും കൂടി എടുക്കട്ടെ. ഇനി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. നീ അതായത് നിന്റെ ഫാമിലിയിലുള്ളത് നിന്റെ മകൻ തന്നെ ആയിക്കോട്ടെ. നിന്റെ കിച്ചു എന്ന് പറയുന്ന മോനിൽ ഉണ്ടല്ലോ, അതായത് ഇവളുടെ ഈ സബ്സ്ക്രിപ്ഷൻ പേജ് ഉണ്ടല്ലോ, ഇവളുടെ സബ്സ്ക്രിപ്ഷൻ പേജിൽ ഇവളുടെ മകൻ തന്നെ അക്കൗണ്ട് എടുക്കണം. എന്നിട്ട് ഇവളുടെ ലീലാവിലാസങ്ങളൊക്കെ അവൻ തന്നെ കാണണം. ഇളയ മോൻ എന്തായാലും പ്രായമായിട്ടില്ലല്ലോ, അപ്പം മൂത്ത മോനല്ലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ മകൻ കാണട്ടെ നീ കാണിക്കുന്ന ഈ ഉടുതുണി ഇല്ലാതെ കിടന്ന് കാണിക്കണയൊക്കെ. എന്തൊക്കെ നിന്റെ മകൻ്റെ മുന്നിലൊക്കെ നീ അങ്ങനെ പോയി നിൽക്കുവോ? എനിക്കറിയത്തില്ല. ഇവളൊക്കെ എങ്ങനെ ഒരു തള്ളയായെന്നാണ് ഞാൻ വിചാരിക്കണത്. കുറേ ഇങ്ങനെ വല്ല അങ്ങനെയൊക്കെ ജീവിക്കുന്ന പെണ്ണുങ്ങളായിരുന്നെങ്കിൽ കുഴപ്പമില്ല.
ഇവള് വന്ന വഴി ഏതാ? ഞാൻ ഇന്നും കൂടി പറയുന്ന ഒരു വീഡിയോയിലും കൂടി ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, ഇവള് വന്ന വഴി ഏതാ? ഇവൾ എങ്ങനെയാ ഈ ഫീൽഡിലോട്ട് എത്തിച്ചേർന്നത്? ഇവളുടെ ദാരിദ്ര്യത്തിലൂടെ മറ്റുള്ളവരുടെ കാരുണ്യത്തിലൂടെയാണ് ഇവൾ ഈ ഫീൽഡിലോട്ട് വന്നത്. എന്നിട്ട് ഇവിടെ കാണിച്ചു കൂടുന്നത് എന്താണ്?